വയനാട്ടിലെ നിയമനക്കോഴയിൽ കേസെടുത്ത് പോലീസ്. ബത്തേരി പോലീസാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത്. പ്രാദേശിക നേതാക്കളെ പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. താളൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പരാതിയിലാണ് കേസ്. മണ്ണിൽ സഖറിയ, ജോർജോ കുര്യൻ എന്നിവരാണ് പ്രതികൾ. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, വയനാട്ടിലെ നിയമനക്കോഴയിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഏതെല്ലാം വകുപ്പുകൾ അനുസരിച്ചാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഈ കേസ് സംബന്ധിച്ച് ഇട്ടിരിക്കുന്നത്. അതായത് രണ്ട് കേസുകൾ എടുത്തിരിക്കുന്നു. വഞ്ചനാ കുറ്റം, അതായത് വഞ്ചനാ കുറ്റം രേഖപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് എടുത്തിട്ടുള്ളത്. രണ്ടുപേരാണ് ഇത്തരത്തിൽ ആ കേസ് നൽകിയിരിക്കുന്നത്. അതായത് പത്രോസ്, താളൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി, നിയമനത്തിന് പണം വാങ്ങുകയും പിന്നീട് തങ്ങളെ വഞ്ചിച്ചു എന്ന തരത്തിലുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 4 പേരെയാണ് കുറ്റക്കാരെ കണ്ടിട്ടുള്ളത്. ഇവരെല്ലാം മണ്ഡലം ജില്ലാ നേതാക്കളാണ് കോൺഗ്രസിന്റെ. അതായത് UK പ്രേമൻ, മണ്ണിൽ സക്കറിയ, ജോർജ് കുര്യൻ, NM വിജയൻ, അതായത് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ അടക്കം പേരുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. NM വിജയനെ അടക്കം ഇതിൽ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു FIR ഇട്ടിരിക്കുന്നത്. നേരത്തെ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ബത്തേരി അർബൻ ബാങ്കിൽ നിന്ന് നിയമനം നൽകാൻ വേണ്ടി നേരത്തെ തന്നെ നിരവധി പേർ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിയമനം നൽകി തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സായൂജിൽ നിന്ന് 11 ലക്ഷം മണ്ണിൽ സക്കറിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും ചേർന്ന് വാങ്ങി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സൂരജിന്റെ ഒരു പരാതി എന്ന് പറയുന്നത്. സായൂജിന്റെ ഒരു പരാതി എന്ന് പറയുന്നത്. അത്തരത്തിൽ 11 ലക്ഷം വാങ്ങുകയും പിന്നീട് തനിക്ക് ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ തുടർന്ന് പിന്നീട് തനിക്ക് ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം പോലും തിരിച്ചു നൽകിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം മകന് 22 ലക്ഷം രൂപ നൽകി പത്രോസിന്റെ ഒരു പരാതി ഉണ്ട്. മകന് വേണ്ടി ഒരു പണം നൽകിയത് 22 ലക്ഷം രൂപയാണ് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയത്. അതായത് മകന് ഈ ഒരു ബാങ്കിൽ തന്നെ നിയമനം നൽകാമെന്ന് കാണിച്ച് 22 ലക്ഷം രൂപ വാങ്ങുകയും പിന്നീട് തന്നെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കേസ് എന്ന് പറയുന്നത്. ഇതിലാണ് നമുക്ക് വ്യക്തമായി അറിയില്ല എങ്കിലും ഇതിലാണ് NM വിജയൻ അടക്കം ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 2 പരാതികളാണ് ഇതിനകത്ത് തന്നെയും ബത്തേരി പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ബത്തേരി വിജിലൻസ് വിഭാഗവും ഈ കേസ് അന്വേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസ് വിജിലൻസ് നൽകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഈ ഒരു പരാതി വിജിലൻസിനും കൂടി നൽകാനുള്ള ഒരു വയനാട്ടിലെ നിയമനക്കോഴയിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ബത്തേരി പോലീസാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത്. വിവരങ്ങളാണ് അർജുൻ നൽകിയത്.